ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഇങ്ങനെ കൂലി കിട്ടും, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതിയാൽ വേറെ കൂലി കിട്ടും, യാസീൻ ഓതിയാൽ ഒരുപാട് കൂലി വേറെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതുന്നതും ഒരു തവണ ഖുർആൻ പൂർണ്ണമായി ഓതുന്നതും ഒരേ തുല്യമാണ് എന്ന് പറഞ്ഞു. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു സഹാബി ഈ സൂറത്ത് എപ്പോഴും ഓതാറുണ്ടായിരുന്നു. എല്ലാ നിസ്കാരത്തിലും ഈ സൂറത്ത് ഓതും. ആ സമയത്ത് പരാതിയായി സഹാബിമാര് മൗമൂമുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ഇമാം ഇപ്പോഴും ഖുൽ ഹുവല്ലാഹു ആണ് ഓതുന്നത് എന്ന് പറഞ്ഞു. സാധാരണ സൂറത്ത് ഓതും, അതോടൊപ്പം ഖുൽ ഹുവല്ലാഹു ഓതും ട്ടോ. നമ്മൾ ഖുൽ ഹുവല്ലാഹു ഓതും പോലെ അല്ല. അപ്പോൾ നമുക്ക് ഖുൽ ഹുവല്ലാഹുവിനോട് ഉള്ള ഇഷ്ടം ആ സൂറയിൽ നിറഞ്ഞു കിടക്കുന്ന ആശയങ്ങളെ മനസ്സിലാക്കിയിട്ടല്ല, അത് പൊതുവെ ഒരു ചെറിയ സൂറത്താണെന്നും പെട്ടെന്ന് തീർക്കാൻ പറ്റിയ സൂറത്താണെന്നുള്ള ആ താല്പര്യം. അതേ താല്പര്യമല്ല ഇയാൾക്ക്. ആ സാധാരണ സൂറത്ത് ഓതും, അതോടൊപ്പം ഖുൽ ഹുവല്ലാഹു ഓതും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, എന്താണ് അങ്ങനെ ഓതുന്നത്? ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യമല്ല അദ്ദേഹം ചെയ്യുന്നത്, അയാൾ മനസ്സിലാക്കി ചെയ്യാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താ മോനെ ഇങ്ങനെ എല്ലാ സമയത്തും ഖുൽ ഹുവല്ലാഹു ഓതാൻ കാരണം? അപ്പൊ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് പറഞ്ഞു, ഇന്നി ല ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, ഈ സൂറത്തിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ഈ സൂറയോടുള്ള നിന്റെ താല്പര്യം സ്വർഗത്തിന്റെ അവകാശിയാക്കി നിന്നെ മാറ്റിയിട്ടുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇതിങ്ങനെ ഓതുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കാനും സ്വർഗത്തിലെത്താനും വളരെ സാധ്യതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്.